ബി.ജെ.പിയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച സോണിയാഗാന്ധി. രാജ്യം ഭരിക്കുന്നവർക്ക് കീഴിൽ മഹാത്മാഗാന്ധിയുടെ പൈതൃകം ഭീഷണിയിലാണെന്നാണ് വിമർശനം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടാത്തവർ ഗാന്ധിയെ ഇല്ലാതാക്കിയവരെ പുകഴ്ത്തുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാകുന്നുവെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വിമർശിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് നിതിൻ, ബെലഗാവി സമ്മേളനത്തിന്റെ ഭാഗമായ പ്രവർത്തക സമിതി യോഗത്തിലാണോ സോണിയാഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ഈ രൂക്ഷ വിമർശനം? വിജയകുമാർ, നവസത്യാഗ്രഹ ബൈഠക് എന്ന പേരിട്ട വിശാല പ്രവർത്തക സമിതി യോഗമാണ് ഇപ്പോൾ കർണാടകയിലെ ബെലഗാവിയിൽ നടക്കുന്നത്. ഈ വിശാല പ്രവർത്തക സമിതി യോഗത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും ഈ പ്രവർത്തക സമിതി യോഗത്തിൽ നൽകിയ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധി നമ്മുടെ പ്രചോദനമായി തുടരുന്നു. ഗാന്ധിജിയുടെ പാരമ്പര്യത്തിന് ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നവർ ഭീഷണിയാണ്. മാത്രമല്ല, ഈ ശക്തികൾ ഒരിക്കലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇവർ മഹാത്മാഗാന്ധിയെ ശക്തമായി എതിർത്തിരുന്നു. ഗാന്ധി വധത്തിലേക്ക് നയിച്ച വിഷലിപ്തമായ അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിച്ചത് ഇവരാണ് തുടങ്ങിയ വിമർശനമാണ് എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെയും BJP-ക്കെതിരെയും സോണിയാഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നവരിൽ നിന്നും അവരെ വളർത്തിയ പ്രത്യാശാസ്ത്രങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളും ഗാന്ധിയ സ്ഥാപനങ്ങളും ഇപ്പോൾ ഭീഷണി നേരിടുന്നു എന്ന വിമർശനം എന്തായാലും സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഈ യോഗത്തിൽ ഇപ്പോൾ സംസാരിച്ചു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാനുള്ള ശ്രമം BJP-യുടെ ഭാഗത്തുനിന്നും നിരന്തരം തുടരുകയാണ്. അതിനെതിരെയുള്ള പോരാട്ടം ഇപ്പോഴും ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു പോരാട്ടമാണ് കോൺഗ്രസ് ഇപ്പോൾ നയിക്കുന്നത്. നെഹ്റു, ഗാന്ധി, അംബേദ്കറുടെ എന്നിവരുടെ ആശയങ്ങൾക്കും ആദരവിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടും എന്ന ഒരു സന്ദേശമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ നൽകിയിരിക്കുന്നത്. 2025 സംഘടന ശക്തിപ്പെടുന്ന വർഷമായിരിക്കും. അതിനുള്ള നിർണായക തീരുമാനങ്ങൾ എന്തായാലും സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ഈ പ്രവർത്തക സമിതി യോഗത്തിന് മുന്നോടിയായി തന്നെ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ബെലഗാവിയിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗമാണ് നടക്കുന്നത്. 1924 ബെലഗാവിയിൽ വെച്ചാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദം ഏറ്റെടുത്തത്. ഇതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് അതേ സ്ഥലത്ത് വെച്ച് കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. വിജയകുമാർ, കർണാടകയിലെ ബെലഗാവിയിൽ കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം നടക്കുകയാണ്. ആ യോഗത്തിലാണ് സോണിയാഗാന്ധി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത്. സംഘടനാപരമായ ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ ബെലഗാവിയിൽ കോൺഗ്രസ് കൈക്കൊണ്ടേക്കും എന്ന സൂചനകളുണ്ട്. നാളെ ഒരു പൊതുയോഗവും ഒരു റാലിയും കോൺഗ്രസ് ബെലഗാവിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.